ഉത്തരത്തിൽ ആശങ്കയോ ചർച്ച തുടരാം. പി. സുനിൽ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ശബരിമല കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ സജീവമാകുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപക്ഷെ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മാസം അത് ഏപ്രിൽ മാസമാണ്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ 6-നായിരുന്നു വോട്ടെടുപ്പ്. അപ്പോൾ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം സുപ്രീം കോടതിയിൽ ശബരിമല കേസിൽ വാദം കേൾക്കൽ തുടങ്ങുന്നു, വാദം കേൾക്കൽ നടക്കുന്നു. അപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ സുപ്രീം കോടതിയിൽ നിന്ന് ശബരിമല കേസുമായി ബന്ധപ്പെട്ട ചൂടുള്ള വാർത്തകൾ കൂടി വരും. അപ്പോൾ എന്താണ് സർക്കാരിൻ്റെ നിലപാട്, എന്താണ് സർക്കാർ പറയുന്നത് എന്നൊക്കെ വലിയ ചർച്ചാ വിഷയമാക്കാൻ കേരളത്തിൽ പ്രതിപക്ഷത്തിന് സാധിക്കും. അതൊക്കെ തന്നെ പ്രതിപക്ഷം സ്വാഭാവികമായും ശക്തമായി ഉന്നയിക്കും. ഏതായാലും ഞാൻ ഇതിനെ വളരെ ആശ്ചര്യത്തോടെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഇത്തരം കേസുകളൊക്കെ, പ്രത്യേകിച്ച് രാഷ്ട്രീയമായി വലിയ സ്വാധീനമുണ്ടാക്കുന്ന, ചലനമുണ്ടാക്കുന്ന കേസുകൾ പരമോന്നത കോടതിയിൽ വരുന്നൊരു സാഹചര്യത്തെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. അതെ, ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം മമതാ ബാനർജിക്കെതിരെയുള്ള ശാരദാ ചിട്ടി തട്ടിപ്പ് കേസ് വരും. ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ തന്നെ ഉൾപ്പെടുന്ന ഖനി മൈൻ കേസുകളൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ വരും. ഒരുപക്ഷെ ഇനി ഡൽഹിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ മദ്യക്കോഴയുമായി ബന്ധപ്പെട്ട കേസ് വരും. അങ്ങനെ നമുക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഈ കേസുകൾ ലിസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലുണ്ട്. നമുക്കറിയാലോ, എനിക്ക് തോന്നുന്നു 2020 അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് എ ബോബ്ഡെയുടെ നേതൃത്വത്തിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ കേസ് വിടുന്നത്, അതിനുവേണ്ടി 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നത്. അതിനുശേഷം ഇന്ന് വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു നീക്കവും സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, സുപ്രീം കോടതിയിൽ ഈ കേസ് നേരത്തെ പരിഗണിച്ചൊരു തീരുമാനമെടുക്കണം എന്നാവശ്യപ്പെട്ട് ഒരു അപേക്ഷയും ഇതുവരെ വന്നിട്ടില്ല. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി സുപ്രീം കോടതി ലിസ്റ്റിൽ ഇപ്പോൾ ഇന്ന് കേസ് പരിഗണിക്കാൻ പോകുന്നുവെന്ന് വരുന്നത്. ഇന്ന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുകയും മാത്രമല്ല അതിവേഗത്തിൽ ഈ കേസിൽ നേരത്തെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ച 7 ചോദ്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി നിശ്ചയിക്കുകയും അതിനുവേണ്ടി 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാൻ പോകുന്നു. കേസ് ഏപ്രിൽ മാസത്തിൽ തന്നെ വാദം കേട്ട് തീരുമാനമെടുക്കാനും പോവുകയാണ്. ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് നടക്കുന്ന മാസമാണ്. ആ മാസത്തിലാണ് ശബരിമലയിൽ ഈ കേസ് വരാൻ പോകുന്നത്. നമ്മൾ സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ, ജുഡീഷ്യറിയിലെ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഗംഗാജലം മാത്രമേ ഞാൻ കുടിക്കൂ എന്ന് പറയുന്ന ഒരു ജഡ്ജി ഇന്ന് സുപ്രീം കോടതിയിലുണ്ട്. ആ ജഡ്ജിയുടെ പേരാണ് സഞ്ജയ് കരോൾ എന്നത്. അദ്ദേഹം വിദേശത്ത് പോയപ്പോൾ ഗംഗാജലവുമായിട്ടാണ് അദ്ദേഹം വിദേശത്തേക്ക് പോയത്. അതുമാത്രമേ അദ്ദേഹം കുടിക്കൂ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. വി ആർ കൃഷ്ണയ്യരെ പോലുള്ള ജഡ്ജിമാർ വലിയ ചരിത്രപരമായ വിധികൾ പുറപ്പെടുവിച്ച കാലത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ, തൊഴിലാളികൾക്കെതിരെയുള്ള വിവേചനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ മനുഷ്യാവകാശം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരുപാട് വിധികൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് നിന്ന് പുതിയ കാലത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ജുഡീഷ്യറിയിൽ ഇത്തരം കാര്യങ്ങൾ കൂടി കാണുന്നത്. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ കോടതി ലക്ഷ്യമായി പോകും. ഏതായാലും ഏതായാലും ഈ വിഷയത്തിലൊക്കെ തന്നെ വളരെ കൗതുകത്തോടെയാണ് ഈ കേസുകളുടെ ലിസ്റ്റിംഗ് നമ്മൾ അടുത്ത കാലത്തായിട്ട് സുപ്രീം കോടതിയിൽ വരുന്നത്. പ്രധാനപ്പെട്ട അഭിഭാഷകർ പോലും വലിയ ആശ്ചര്യത്തോടെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്. ഇനി കൗതുകമുള്ളത് ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ആരൊക്കെ വരാൻ പോകുന്നു എന്നതാണ്. 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ, ഈ കേസ് പരിഗണിക്കാൻ പോകുന്ന ബെഞ്ചിൽ ആരൊക്കെ വരാൻ പോകുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നോക്കൂ, സമീപകാലത്ത് അസമിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് പോയിന്റ് ബ്ലാങ്ക് ഷൂട്ട് എന്ന പേരിലായിരുന്നു ആ വീഡിയോ വന്നത്. ആ വീഡിയോയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തോക്ക് ചൂണ്ടി നിൽക്കുന്നു. ആ തോക്കുന്നം പിടിക്കുന്നത് 2 മുസ്ലിങ്ങളെയാണ്. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരികയും അത് വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തപ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഹർജി സുപ്രീം കോടതിയിൽ വന്നു. ഈ കേസിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഒരുപക്ഷെ ഒരു സർക്കാരിനെ തന്നെ വേണമെങ്കിൽ പിരിച്ചുവിടാൻ സുപ്രീം കോടതിക്ക് തീരുമാനമെടുക്കാൻ ശക്തമായ തെളിവുകളുള്ളൊരു കേസായിരുന്നു അത്. പക്ഷേ ആ തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോയിട്ടില്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ സാഹചര്യങ്ങളെയൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഏതായാലും ഈ കേസിൽ വരാൻ പോകുന്ന 9-അംഗ ഭരണഘടനാ ബെഞ്ച് എങ്ങനെയായിരിക്കും എന്നത് തീർച്ചയായും കൗതുകമുള്ള വിഷയം തന്നെയാണ്. ഏതായാലും ശബരിമല കേസിൽ നമുക്കറിയാം, ഇപ്പോൾ മാധു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2007 വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ആദ്യമായി സംസ്ഥാന സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകുന്നത്. ആ സത്യവാങ്മൂലത്തിലാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശം അത് ഉയർത്തിപ്പിടിക്കണം എന്ന് സംസ്ഥാന സർക്കാർ വാദിക്കുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്, സ്റ്റേറ്റ് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റേസ്, സെക്സ് ആൻഡ് റിലീജിയൻ.
എന്നാണ് സംസ്ഥാന സർക്കാർ എന്ന ആ സത്യവാങ്മൂലത്തിൽ ഉപയോഗിച്ച വാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ശബരിമലയിൽ എല്ലാ വിഭാഗത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്ന സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമായി പറഞ്ഞു. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സത്യവാങ്മൂലം പിൻവലിച്ചുകൊണ്ട് പുതിയൊരു സത്യവാങ്മൂലം നൽകി. പിൻവലിച്ചില്ല, മറ്റൊരു സത്യവാങ്മൂലം കൂടി നൽകിക്കൊണ്ട് സുപ്രീം കോടതിയിൽ പറഞ്ഞു ആചാരം സംരക്ഷിക്കണം. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, അത് 2016 ഫെബ്രുവരി 4-നായിരുന്നു. അതിൽ പറഞ്ഞത് വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിക്കണം, കമ്മീഷൻ ഓഫ് സ്കോളേഴ്സ് എന്നാണ് പറഞ്ഞത്. ആ സമിതിയുടെ ഉപദേശം കേട്ട ശേഷം ഒരു തീരുമാനമെടുക്കണം. അതായിരുന്നു അന്നത്തെ സത്യവാങ്മൂലത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയിൽ പറഞ്ഞത്. പിന്നീട് സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലങ്ങളൊന്നും സർക്കാരുകൾ നൽകിയിട്ടില്ല. പക്ഷേ 2017 ഈ കേസ് വാദത്തിനായി എടുത്തപ്പോൾ അന്ന് നിങ്ങൾ എന്ത് നിലപാടാണ് നിങ്ങളുടേതെന്ന് സംസ്ഥാന അതിനൊരു അഡീഷണൽ അഫിഡവിറ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. മറ്റ് ഞാൻ എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട്, ഇത് ഈ സാധനം 2007 അഫിഡവിറ്റ് പിൻവലിച്ചിട്ട് പുതിയ അഡീഷണൽ അഫിഡവിറ്റ് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മതപണ്ഡിതരുടെ ഒരു വിദഗ്ധ സംഘത്തെ വെക്കണം. ആ സംഘം തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. ഇത് മാത്രമേ അതിന്റെ കൂടെയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല. അതെ, ഏതായാലും അത് അക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കി. മാധു പറഞ്ഞതുപോലെ തന്നെ 2007 നൽകിയിട്ടുള്ള ഒറിജിനൽ അഫിഡവിറ്റിനൊപ്പമാണ് ഞങ്ങളെന്ന് നിലപാട് അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ 2018 സുപ്രീം കോടതിയുടെ വിധി വന്നത്. അന്ന് ഈ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാർ ജസ്റ്റിസ് റോഹിന്തൻ നരിമാൻ, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, അതുപോലെ തന്നെ ജസ്റ്റിസ് AM ഖാൻവീൽക്കർ, അതുപോലെ ജസ്റ്റിസ് ദീപക് മിശ്ര അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ 4 ജഡ്ജിമാരാണ് ഈ കേസിലെ വിധിയെ ഭൂരിപക്ഷമായി ഈ വിധിയെ അനുകൂലിച്ചത്. അതിൽ എതിർത്ത് വിധി പറഞ്ഞത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമായിരുന്നു. അന്ന് ഈ കേസ് പുനഃപരിശോധിക്കാനേ കഴിയില്ല എന്നായിരുന്നു ഈ 4 ജഡ്ജിമാരും പിന്നീട് സുപ്രീം കോടതിയിൽ ഓരോ ദിവസവും പുനഃപരിശോധനാ ഹർജികളൊക്കെ വന്നപ്പോൾ എടുത്ത നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ 60-ലധികം പുനഃപരിശോധനാ ഹർജികൾ വന്നു. ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ വന്ന ശേഷമാണ് ഈ കേസിൽ ഒരു പുനഃപരിശോധന നടത്തുന്ന കാര്യം ആലോചിക്കാം, പക്ഷേ പുനഃപരിശോധനാ ഹർജികൾ അംഗീകരിച്ചിട്ടില്ല, ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായി ഇപ്പോൾ കേസ് സുപ്രീം കോടതിയിൽ വരികയാണ്. ഇപ്പോൾ രാഷ്ട്രീയമായി ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നതാണ്. നേരത്തെ 2018 സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ഈ വിധി നടപ്പാക്കാനുള്ള തീരുമാനം അന്ന് സംസ്ഥാന സർക്കാർ എടുത്തു. അന്ന് അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. പിന്നീട് ആ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അതാണ് ഇന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത്, ശബരിമലയിൽ ഇപ്പോൾ യുവതികൾ കയറുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഇതിലൊക്കെ അവർക്ക് കൃത്യമായി ഉറപ്പുണ്ട്. സംസ്ഥാന സർക്കാർ ആ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നത് കേരളത്തിലെ സാമുദായിക സംഘടനകൾക്ക് ഒരു എതിർപ്പുമില്ലാത്ത കാര്യമാണ്. ഏതായാലും കൃത്യമായി അവർ അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് സർക്കാർ ശബരിമലയിൽ ഇനിയിപ്പോൾ 2018 വിധി നടപ്പാക്കാൻ പോകുന്നു എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത് സർക്കാർ നിലപാട് പറയൂ, നിങ്ങൾ yes or no പറയൂ. ഇത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളൊക്കെ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ 4 വോട്ടിന് വേണ്ടി പറയുന്ന ഒരു ചോദ്യമാണ്. സുപ്രീം കോടതിയിൽ പോലും ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് അറിയിക്കേണ്ട സാഹചര്യമില്ല. കാരണം സുപ്രീം കോടതി 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാൻ പോകുന്നത് 7 ചോദ്യങ്ങളാണ്. ആ 7 ചോദ്യങ്ങളിലും ശബരിമല എന്നൊരു വിഷയം തന്നെയില്ല. 5-അംഗ ഭരണഘടനാ ബെഞ്ച് തയ്യാറാക്കിയിരിക്കുന്ന 7 ഭരണഘടനാപരമായ ചോദ്യങ്ങൾ, അത് ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങളിൽ കോടതിക്ക് മതവിശ്വാസങ്ങളിൽ എത്രത്തോളം ഇടപെടാം എന്നതടക്കമുള്ള 7 ചോദ്യങ്ങളിൽ ശബരിമല വരുന്നേയില്ല. ആ ചോദ്യങ്ങൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ മറുപടി നൽകിയാൽ മതി. ഇപ്പോൾ 14-ാം തീയതിക്ക് മുൻപ്, മാർച്ച് 14-ാം തീയതിക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ രേഖാമൂലം സുപ്രീം കോടതിയിൽ നൽകാൻ പോകുന്ന മറുപടിയിലും അതുമാത്രമേ ഉണ്ടാകൂ. അതിനുശേഷം ഒരുപക്ഷെ കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് കോടതി ചോദിക്കുകയാണെങ്കിൽ മാത്രം മറുപടി നൽകിയാൽ മതി. ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാർ അങ്ങനെയേ ഒരു മറുപടി നൽകാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒരു മറുപടി പറഞ്ഞ് അതൊരു വലിയ കലാപമാക്കി മാറ്റി, അതൊരു വലിയ സംഘർഷമാക്കി മാറ്റി, കേരളത്തിൽ വീണ്ടും മതസൗഹാർദ്ദം തകർക്കുന്ന, വിശ്വാസം ആളിപ്പടർത്തുന്ന, ഹിന്ദുത്വ രാഷ്ട്രീയം ആളിപ്പടർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. കേരളത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ മറ്റ് നിരവധി വിഷയങ്ങൾ ഉണ്ടായിരിക്കുകയാണ്, ജനകീയ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിരിക്കെ ഇത് മാത്രമാണ്
മാത്രമാണോ വിഷയം എന്നതാണ്. അപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹിയിൽ ഇങ്ങനെയൊരു കേസ് വന്ന സാഹചര്യത്തെയും ഞാൻ വളരെ കൗതുകത്തോടെ കാണുന്നു. ഇപ്പോൾ കേരളത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയൂ എന്ന് പ്രതിപക്ഷം ചോദിച്ചു നടക്കുന്ന സാഹചര്യത്തെയും ഞാൻ വലിയ കൗതുകത്തോടെയാണ് കാണുന്നത്. സുനിൽ പറയുന്ന കാര്യത്തിൽ രണ്ട് തരത്തിൽ അത് തമ്മിൽ ചേരുന്നില്ല. ഒന്നാമത്തെ കാര്യം സുനിൽ പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ വിധികളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളിൽ സുപ്രീം കോടതി ഇടപെടാത്തതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശബരിമല അത്തരത്തിലൊരു ആയുധമാകുന്നു എന്ന സൂചന അതിലുണ്ട്. ശബരിമല ചിലർക്ക് ആയുധമാക്കി കൊടുക്കുന്നുണ്ടോ എന്നൊരു സൂചന അതിലുണ്ട്. അതേ സുനിൽ തന്നെ പറയുകയാണ് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം വരുന്നേയില്ല. അല്ല, ശബരിമല ഒരു ഉറപ്പല്ലേ, ശബരിമല ഒരു ചില ആയുധമാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് ആ ശബരിമലയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നു എന്നത് കൂടിയാണ്. Meet the editors.